നമസ്കാരം. ഇന്നത്തെ 2 പാരഗ്രാഫുള്ള ഒരു ചെറിയ വാർത്തയാണ്, ദേശാഭിമാന വാർത്തയാണ് കേട്ടോ. ഒന്ന് അനലൈസ് ചെയ്യണേ. നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. നവീൻ ബാബുന്റെ മരണത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ല, CBI അന്വേഷണം വേണ്ട എന്ന് സമർത്ഥിക്കുന്ന ഒരു ചെറിയൊരു വാർത്തയാണ്. ഈ ഒരു വാർത്ത വന്നതോടുകൂടി തന്നെ അത് മരണം ദുരൂഹമാണെന്നും CBI അന്വേഷണം വേണമെന്നും കൊലപാതകമാണെന്നും തെളിയാണ്. അത് വേറെ വിഷയം. എങ്കിലും നമുക്ക് നോക്കാം. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും ശരിയായ ദിശയിലാണ് അന്വേഷണമെന്നും സർക്കാർ. ശരിയായ ദിശയിലാണോ അന്വേഷണം? നിങ്ങളൊന്ന് പറയും. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. എൻ്റെ അറിവിൽ ശരിയായ ദിശയിലായിരുന്നില്ല, ഇപ്പോഴുമല്ല. ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്, ഡയറി ഹാജരാക്കാൻ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എടുപ്പിടിയെന്ന് കൊടുക്കുന്ന ഒരു അന്വേഷണം മാത്രമാണ് ഇപ്പം നടക്കുന്നത്. അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടോ? നോക്കാം അടുത്തത്. പിന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തെ വിശ്വാസത്തിലെടുത്ത് അന്വേഷണം പൂർത്തിയാക്കുമെന്നും ഹൈക്കോടതിയിൽ വെള്ളിയാഴ്ച സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ അറിയിക്കും. ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം വേണമെന്നില്ലെന്നും അറിയിക്കും. നവീൻ ബാബുവിനൊപ്പമല്ലേ കുടുംബം? അങ്ങനെയല്ലേ പാർട്ടി പറഞ്ഞത്? അങ്ങനെയല്ലേ സർക്കാർ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ നിലവിലുള്ള അന്വേഷണ ഒരു വകുപ്പുണ്ടല്ലോ, അന്വേഷണ വിഭാഗം, ആ അന്വേഷണത്തെ തീരെ വിശ്വാസമില്ലെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ, നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ അവർ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? എൻ്റെ ഒരു സംശയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആരാണ് പ്രതി, അവർ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സർക്കാർ ചെയ്യേണ്ടത് നവീൻ ബാബുവിന്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യലാണ്. അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ CBI അന്വേഷണം വേണ്ട, അങ്ങനെ കോടതിയിൽ പറയുന്നതാണ് ഇപ്പൊ തന്നെ പറയണേ. അതിനു വേണ്ടിയിട്ടുള്ള ധൃതഗതിയിലുള്ള അന്വേഷണമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇനി നോക്കാം. CBIക്ക് കേസ് വിടണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷിക നൽകിയ ഹർജിയിലാണ് സത്യവാങ്മൂലം സമർപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഈ സർക്കാരിന്റെ, താൻ പ്രവർത്തിക്കുന്ന, തങ്ങൾ വിശ്വാസത്തിൽ എടുത്തിട്ടുള്ള CPM എന്ന പാർട്ടി നേതൃത്വം കൊടുക്കുന്ന, അതിൻ്റെ പ്രിയപ്പെട്ട അവരുടെ നേതാവ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ, ഈ ഇടതുപക്ഷ സർക്കാർ, തങ്ങളുടെ സ്വന്തം സർക്കാർ, ആ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് പറഞ്ഞേക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ചെന്നല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരയ്ക്കൊപ്പമാണ്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുന്ന ഈ സർക്കാർ, CPM സർക്കാർ, സ്വാഭാവികമായിട്ടും യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് തീരുമാനിച്ച പോലെ. അപ്പോൾ ആ CBIയുടെ അന്വേഷണം തൽക്കാലം വേണ്ട, അന്വേഷണം തൃപ്തികരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധൃതഗതിയിൽ കുറച്ച് മൊഴികളും കുറച്ച് തെളിവുകളൊക്കെ ഉണ്ടാക്കി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കേസിൽ CBI വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് തെളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കേസ് അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനർത്ഥം എന്താണ്? ഇത് കൊലപാതകമാണ് എന്നാണ്. CBI വന്നു കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ഒരുപക്ഷെ സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നാൽ കൊലപാതകമായി മാറും. സ്വാഭാവികമായും അവിടെ PP ദിവ്യ അടക്കം, PP ദിവ്യ മാത്രമായിരിക്കില്ല പ്രതിയാകുന്നത്, വേറെ പലരും കുടുങ്ങും. അതവർക്കറിയാം. അതറിയാവുന്നത് കൊണ്ടാണ് ധൃതഗതിയിൽ ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തി ഒരു അന്വേഷണ റിപ്പോർട്ട് വെള്ളിയാഴ്ച ഒരു സത്യവാങ്മൂലമായിട്ട് അവിടെ അറിയിക്കുമെന്ന് പറഞ്ഞത്. ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുക മാത്രമല്ല, ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതിൽ CBI അന്വേഷണം വേണമെന്നില്ലെന്ന് കോടതിയെ അറിയിക്കുമെന്നാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ആർക്കൊപ്പമാണ് നമ്മുടെ സർക്കാർ എന്നുള്ളത്? എങ്ങനെയാണ് നവീൻ ബാബു മരിച്ചതെന്ന്? ഇനി ആരാണ് കൊന്നത് എന്ന് കണ്ടെത്തിയാൽ മതി. ഈ സർക്കാർ ഇത് ചെയ്യുമെന്ന് കരുതണ്ട.